ഹലോ ആൻഡ് വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതും എനിക്ക് റിക്വസ്റ്റ് കിട്ടിയൊരു ടോപ്പിക്കാണെന്ന് തോന്നുന്നു, സോവെർണിറ്റി. ഇത് MA സോഷ്യോളജി ഇഗ്നൗ സിലബസിൽ MSO 1 തന്നെ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റിക്കകത്ത് വരുന്നൊരു ടോപ്പിക്കാണ്. ഇത് ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ സയൻസ് ടോപ്പിക്കാണ്, പക്ഷേ നമ്മുടെ ഈ സിലബസിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുപേർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിനും പൊളിറ്റിക്കൽ സയൻസ് ടീമിനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. സോ വിത്തൗട്ട് മച്ച് അഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോവെർണിറ്റി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സൂപ്രാനസ് അല്ലെങ്കിൽ സുപ്രീം പാരമൗണ്ട് എന്നാണ്. ഇതൊരു ലാറ്റിൻ വേർഡാണ്. അപ്പോൾ ആ വേർഡിൽ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലായി അല്ലേ? ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സുപ്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു മീനിങ്, അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഈ വേർഡിന് സോവെർണിറ്റിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ സോവെർണിറ്റി മീൻസ് സുപ്രീം പവർ. ഏറ്റവും കൂടുതൽ പവറുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് സോവെർണിറ്റി എന്ന് പറയുന്നത്. അതൊരു ഹ്യൂമൻ ബീങ് ആണോ ഓർഗനൈസേഷൻ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇറ്റ്സ് ബേസിക്കലി ഒരു കോൺസെപ്റ്റാണ് സോവെർണിറ്റി എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് മീൻസ് സുപ്രീം പവർ. അപ്പോൾ സോവെർണിറ്റി എന്ന ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു വേർഡാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രിയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, അതായത് കേരള, കർണാടക, മഹാരാഷ്ട്ര, അങ്ങനെ സ്റ്റേറ്റ്സ് ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യാൻ പാടില്ല. ആ കോൺസെപ്റ്റൊക്കെ പിന്നീടാണ് വന്നത്. ഇവിടെ നമ്മൾ സോഷ്യോളജി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഡെഫിനേഷനുണ്ട്. ഏകദേശം ഇതോട് ചേർന്ന ഒരു മീനിങ് തന്നെയാണ്. പക്ഷെ നമ്മൾ ബ്ലൈൻഡ്ലി അതിന് നമ്മുടെ ഇന്നത്തെ നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യരുത്. അതെന്താണെന്ന് വെച്ചാൽ, according to sociology or political science, state is something that is comprised of a population, a territory, a government and a sovereignty. ഈ ഒരു ഡെഫിനിഷനകത്ത് വരുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് സ്റ്റേറ്റ് എന്ന് ഡിഫൈൻ ചെയ്യാം അല്ലേ? ഇപ്പോൾ നമ്മുടെ ബേസിക് സ്റ്റേറ്റ്സ് പോലെ തന്നെയാണ്. അവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ടാവും, ഒരു ടെറിട്ടറി ഉണ്ടാവും അല്ലേ, ഒരു ബൗണ്ടറി ഉണ്ടാകും, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകും, പിന്നെ ഒരു സൊവേർണിറ്റി ഉണ്ടാകും. ഈ സൊവേർണിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണെന്ന്. അപ്പോൾ ഈ 4 എലമെൻസും കൂടി ഉള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 4 elements ഓഫ് എ സ്റ്റേറ്റ്. ആൻഡ് ഗവൺമെൻറ് ഇസ് റെഫേർഡ് ആസ് എൻ ഏജൻസി ഓഫ് സ്റ്റേറ്റ് ദാറ്റ് എക്സ്പ്രസ്സസ് വിൽ ഓഫ് സ്റ്റേറ്റ് ബൈ യൂസ് ഓഫ് സോവറൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സോവെർണിറ്റി. എന്നാൽ ബാക്കി 3 എലമെൻറ്റിനെയും കൺട്രോൾ ചെയ്യുന്നതും സോവെർണിറ്റിയാണ് ബൈ മീൻസ് ഓഫ് ഗവൺമെൻറ് ബാക്കി പവർ സോവെർണിറ്റി യൂസ് ചെയ്തിട്ട് ബാക്കി 2നെയും കൺട്രോളിൽ നിർത്തുന്നു. ഓക്കെ, സോ ഇതാണ് സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എനിത്തിങ് ദാറ്റ് ഹാസ് ദി ഫോളോയിങ് എലമെൻറ്റ്സ്: പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ്, സോവെർണിറ്റി. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെക്കുക. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് മനസ്സിൽ വരാതെ ഈ ഒരു കോൺസെപ്റ്റ് മാത്രം വെക്കുക. ലോജിക്കലി രണ്ടും സെയിം തന്നെ ആണെങ്കിൽ പോലും നമ്മൾ എക്സാംസിനായാലും ആരോടെങ്കിലും സംസാരിക്കുമ്പോഴും സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മറ്റേ സ്റ്റേറ്റ് അല്ല എന്നൊരു കാര്യം മനസ്സിൽ വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സോവെർണിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ 4 എലമെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോവെർണിറ്റിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സോവെർണിറ്റിയാണ് ലീഗൽ സ്റ്റേറ്റസും ലെജിറ്റിമസിയും ഒരു സ്റ്റേറ്റിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്തായി മാറും? ഒരു നിയമവും ഒന്നുമില്ലാത്ത, ഒരു ലീഗൽ സ്റ്റേറ്റസ് ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു വാലിഡിറ്റി ഇല്ലാത്തൊരു സംഭവമായി മാറും അല്ലേ? കുറേ പോപ്പുലേഷനും ഉണ്ട്, ഒരു ടെറിട്ടറിയും ഉണ്ട്, ഒരു ഗവൺമെൻറ്റും ഉണ്ടെന്ന് വെച്ചിട്ട് അതൊരില്ല. പക്ഷേ സോവെർണിറ്റിയാണ് അതിന് എന്ത് കൊടുക്കുന്നത്? ഒരു നിയമസാധ്യതയും ഒരു വാലിഡിറ്റിയും ഒക്കെ കൊടുക്കുന്നത് സോവെർണിറ്റിയാണ്. രണ്ടാമത്തെ പോയിന്റ് ഇസ് ഇറ്റ് അലൗസ് എ ഫോർമുലേഷൻ ഓഫ് ലോസ്, റൂൾസ്, പോളിസീസ് എറ്റ്സെട്ര. ഈ സോവെർണിറ്റി ഉള്ളതുകൊണ്ടാണ് നിയമങ്ങളും പോളിസീസും റൂൾസും ഒക്കെ ഇംപ്ലിമെൻ്റ് ആയതും അല്ലെങ്കിൽ ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാത്തിനും ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു നിയമസാധ്യത അവിടെ നിലനിൽക്കും. സോ അതുകൊണ്ടാണ് സോവെർണിറ്റി എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് ഇന്ത്യ ബിക്കെയിം സ്റ്റേറ്റ് ആഫ്റ്റർ 1947 എന്നൊരു എക്സാമ്പിളാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇത്തരം പഠിച്ച ഡെഫിനേഷൻസ് നമുക്ക് കാര്യം മനസ്സിലായി. കാരണം എന്താ, 1947 മുമ്പ് ഇന്ത്യയ്ക്കൊരു
പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, ടെറിട്ടറി ഉണ്ടായിരുന്നു, ഗവൺമെൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ആ സുപ്രീം പവർ ഇല്ലായിരുന്നു. ബ്രിട്ടീഷുകാരായിരുന്നു അതിലെ ആ കൺട്രോൾ ചെയ്തിരുന്നത്. നിയമങ്ങളും സുപ്രീം പവർ അവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യനെ ഒരു സ്റ്റേറ്റായി വിളിക്കാൻ സാധിച്ചില്ല. എന്നാൽ 1947 ശേഷം സൊവേർണിറ്റിയും കൂടെ കിട്ടിയപ്പോഴാണ് നമ്മൾ ഇന്ത്യനെ സ്റ്റേറ്റായി വിളിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സൊവേർണിറ്റി ഈസ് ദി ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് ഇൻ എ സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സൊവേർണിറ്റിയെക്കുറിച്ച് കുറേ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റും തിങ്കേഴ്സും ഒക്കെ പഠനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അത് പല ഡെഫിനിഷൻസ് പല ആൾക്കാർ പറയുന്ന പോലെയുണ്ട്. അപ്പോൾ നമ്മൾ എക്സാംസിനൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ഇങ്ങനെ പല തിങ്കേഴ്സിൻ്റെയും കോഡ്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ അതൊരു പ്ലസ് പോയിൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ 2-3 സയൻറ്റിസ്റ്റ്, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ ഡെഫിനിഷൻസ് ഇവിടെ പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ഡെഫിനിഷൻ ഓഫ് സൊവേർണിറ്റി ആയിട്ട് മെൻഷൻ ചെയ്യാം. അത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ സഹായിക്കും. സോ ഫസ്റ്റ് തിങ്കർ ഇസ് ജീൻ ബോർഡൻ. അക്കോർഡിംഗ് ടു ജീൻ ബോർഡൻ, sovereignty is the supreme power over citizens and subjects unrestrained by law. ഒരു നിയമത്തിനും കൺട്രോൾ ചെയ്യാനില്ലാത്ത രീതിയിൽ ഉള്ള സിറ്റിസൻസിനും ബാക്കി ഒബ്ജക്ട്സിനും മുകളിലുള്ള ഒരു സുപ്രീം പവറിനെയാണ് സൊവേർണിറ്റി എന്ന് പറയുന്നത്. സൊവേർണിറ്റിയാണ് നിയമങ്ങളും റൂൾസും പോളിസിയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന് മുകളിൽ അല്ലെങ്കിൽ സൊവേർണിറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേറെ നിയമങ്ങളൊന്നും ഇല്ല എന്നുള്ള ഡെഫിനിഷനാണ് ആര് കൊടുത്തത്? ജീൻ ബോർഡൻ കൊടുത്തത്. ഹി വാസ് എ ഫ്രഞ്ച് 1576 ആയി കാലയളവിൽ ജീവിച്ച ആളാണ്. ഫ്രഞ്ച് മൊണാർക്കി ആ കാലത്ത് ഡെവലപ്പ് ആയത് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നത് ഈ ഒരു ബിലീഫ് അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ്റെ പുറത്താണ്. അതുകൊണ്ടാണ് ജീൻ ബോർഡൻ അങ്ങനൊരു ഡെഫിനിഷൻ സൊവേർണിറ്റിക്ക് കൊടുത്തത്. ബേസിക് മീനിങ് സെയിം തന്നെയാണ്, പക്ഷെ ആ ഡെഫിനിഷൻ പുള്ളി പറഞ്ഞ ആ എക്സാക്ട് ലൈൻസ് ഓർത്ത് വെക്കുക. ദാറ്റ് സൊവേർണിറ്റി is the supreme power over citizens and objects unrestrained by the law. Okay, hope it's clear. We'll move on to next thinker. Hugo Grotius. According to Hugo Grotius, sovereignty is that power whose actions are not subject to the legal control of another, so that they cannot be rendered void by the operation of another human will. ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റ് പ്രകാരമോ ഒന്നും ഒരു രീതിയിലും ഓൾട്ടർ ചെയ്യാൻ പറ്റാത്ത ദാറ്റ് സുപ്രീം പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോവറിൻ വിളിക്കുന്നത്. അക്കോർഡിംഗ് ടു ഹ്യൂഗോ ഗ്രോഷ്യസ്. അത് വേറൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ പോപ്പുലേഷനിൽ വരുന്ന എന്ത് നിയമം ഇംപ്ലിക്കേഷനോ ആയിക്കോട്ടെ അതൊന്നും ഇതിനെ ഈ പവറിനെ അഫക്റ്റ് ചെയ്യില്ല എന്നാണ് പുള്ളി പറയുന്നത്. സോ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. Hugo Grotius was born in 1583 and he lived through 1647. Hugo Grotius is also known as the father of international law. അതൊന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ അത് വേറെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫാദർ ഓഫ് ഇൻ്റർനാഷണൽ ലോ ആയിട്ട് അറിയപ്പെടുന്നതാണ് ഹ്യൂഗോ ഗ്രോഷ്യസ്. അടുത്ത ഡെഫിനിഷൻ ഇസ് ബൈ ഹെറോൾഡ് ലാസ്കി. According to him, sovereignty is legally supreme over any individual or group and doesn't reside in one place but moves from one group to another. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൊവേർണിറ്റി സ്വഭാവം വെച്ച് നമുക്കത് അറിയാം അല്ലേ. സുപ്രീം ഏറ്റവും ഹയസ്റ്റ് പവറാണ് നമുക്ക് മനസ്സിലായി. അതൊരു ഇൻഡിവിജ്വലോ ഒരു ഗ്രൂപ്പിൽ നിലനിൽക്കുന്നതല്ലെന്ന് നമുക്ക് മനസ്സിലായി. മറിച്ച് അതൊരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതുമല്ല അല്ലേ. ഇപ്പോൾ ഇന്ന് സൊവേർണിറ്റി ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കയ്യിലാണെങ്കിൽ നാളെ ആ സൊവേർണിറ്റി അടുത്ത ആളിലേക്ക് പോകും അല്ലേ. ഇപ്പോൾ ഇന്നൊരു രാജാവിൻ്റെ കയ്യിലാണെങ്കിൽ നാളെ ആ രാജാവ് മരിച്ച് അടുത്ത ആൾ വരുമ്പോൾ അയാളുടെ അടുത്തേക്ക് പോകും. അപ്പോൾ സൊവേർണിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലോ ഒരു ഗ്രൂപ്പിൽ തന്നെ നിലനിൽക്കുന്നതല്ല, മറിച്ച് അതൊരു സ്ഥലത്തൊരു എന്താ പറയുക ഒരാളിൽ മാത്രം നിൽക്കുന്നതല്ല, അതൊരു ഗ്രൂപ്പിലും നിൽക്കുന്നതല്ല, പക്ഷെ അത് എല്ലായിടത്തുമുണ്ട്. സെക്കൻഡ് തിങ്, ഇറ്റ് ഡസൻറ്റ് സ്റ്റേ ഇൻ വൺ പ്ലേസ്. അതൊരു സ്ഥലത്ത് നിൽക്കുന്നതുമല്ല, മറിച്ച് അത് ഒന്നിൽ നിന്ന് മറ്റിടത്തേക്ക് മൂവും ചെയ്യും എന്നാണ് ആ ഒരു ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെറോൾഡ് ലാസ്കി വാസ് ബോൺ ഇൻ 1893 ആൻഡ് ഹി ഡൈഡ് ഇൻ 1950. ഈ കൂട്ടത്തിൽ കുറച്ചുകൂടെ യങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു തിങ്കറായിരുന്നു ഹെറോൾഡ് ലാസ്കി. ഇതാണ് പുള്ളിയുടെ ഡെഫിനേഷൻ. അതുകൊണ്ട് തന്നെ ആ ഡെഫിനേഷൻ നമുക്ക് കൂടുതൽ റിലേറ്റും ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയെ പറ്റി പറഞ്ഞു. അപ്പം അത് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡെഫിനേഷൻ ഇതാണ്.
ടു ഡിമെൻഷൻസ് ഓഫ് സൊവേർണിറ്റി. സൊവേർണിറ്റി രണ്ട് തലങ്ങളുണ്ട്. ടൈപ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഡിഫറെൻറ്റ് ഡിമെൻഷനാണ്. ഇൻറ്റേർണലും ഉണ്ട്, എക്സ്റ്റേർണലും ഉണ്ട്. ഈ രണ്ട് തലങ്ങളെ പറ്റി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട്, ഇതൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. രണ്ടിനും അതിൻ്റേതായ ഡിഫറെൻറ്റ് മീനിങ് ഉണ്ട്. സോ അത് നമുക്ക് നോക്കാം. ഇന്റേണൽ സൊവേർണിറ്റി എന്ന കോൺസെപ്റ്റ് ജീൻ ബോർഡിൻ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ജീൻ ബോർഡിനാണ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത്. ടു എക്സസൈസ് സുപ്രീം കൺട്രോൾ ഓവർ ദ പീപ്പിൾ വിത്തിൻ ദ ബോർഡർ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ടെറിട്ടറിക്കുള്ളിൽ മാത്രം അതിനെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെഫിനിഷനാണ് ജീൻ ബോർഡിൻ കൊണ്ടുവന്നത്. അതിനെയാണ് നമ്മൾ ഇന്റേണൽ സൊവേർണിറ്റി എന്ന് പറയുന്നത്. ത്രൂ ലോസ് ആൻഡ് എൻഫോഴ്സിങ് ദം പണിഷിങ് വയലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനകത്തിൽ ആ ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ ഇത് എൻകോപ്പറേറ്റ് ചെയ്യിക്കുക, അവിടെ നിയമങ്ങൾ കൊണ്ടുവരിക, അതിനെ എൻഫോഴ്സ് ചെയ്യിക്കുക, അതായത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക, അത് വയലേറ്റ്, അത് അനുസരിക്കാത്തവരെ ശിക്ഷിക്കുക. ഇതെല്ലാമാണ് ഇന്റേണൽ സൊവേർണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൊവേർണിറ്റി ഏതിനെയായിരിക്കും ബാധിക്കുക? ഇന്റേണൽ അഫയേഴ്സ്, ഒരു സ്റ്റേറ്റിന് അകത്ത് നടക്കുന്ന കാര്യങ്ങളെ ആയിരിക്കും ഈ ഇന്റേണൽ സൊവേർണിറ്റി ഭരിക്കുന്നതും അഫക്റ്റ് ചെയ്യുന്നതും. ഓക്കെ, എക്സ്റ്റേണൽ സൊവേർണിറ്റി നമ്മൾ നേരത്തെ കണ്ട പോലെ ഹ്യൂഗോ ഗ്രോഷ്യസ് ആണ് സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുള്ളിൻ്റെ ഇൻ്റർനാഷണൽ ലോയുടെ പിതാവെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതൊരു ഇക്വാലിറ്റി, ഒരു സ്റ്റേറ്റ്സ്, പല സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇന്ത്യ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അതുപോലെ പാകിസ്ഥാൻ ഒരു സ്റ്റേറ്റ് ആണ്, അങ്ങനെ പല സ്റ്റേറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റുകളുടെയൊക്കെ സൊവേർണിറ്റിക്ക് അതിൻ്റേതായ ഇക്വാലിറ്റി ഉണ്ട്. അതായത് ഇന്ത്യക്ക് ഇന്ത്യയുടെ സൊവേർണിറ്റിയിൽ അധികാരം, അല്ലെങ്കിൽ സൊവേർണിറ്റിക്ക് ഇന്ത്യനെ ഭരിക്കാം, പക്ഷേ ആ സൊവേർണിറ്റിക്ക് വേറൊരു സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. സോ ആ ഒരു ഇക്വാലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ സൊവേർണിറ്റി ഹാസ് ദ റൈറ്റ് ഫോർ ദ ഡിക്ലറേഷൻ ഓഫ് വാർ. ഇപ്പോൾ ഒരു സ്റ്റേറ്റിന് വേറൊരു സ്റ്റേറ്റിൻ്റെ മേളിൽ എന്തെങ്കിലും ഒരു യുദ്ധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പീസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനുള്ള അവകാശവും ആ പർട്ടിക്കുലർ സൊവേർണിറ്റിക്ക് ഉണ്ടാകും. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി ഉണ്ടാകും. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസിന് വേണ്ടിയിട്ട് പല നിയമങ്ങളുണ്ടാകും. ഇതൊക്കെ ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് സ്റ്റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ പോളിസി ആയിരിക്കില്ല വേറൊരു കൺട്രിയുടെ പോളിസി. അതുപോലെ തന്നെ ഇൻ്റർഫിയറൻസ്, എക്സ്റ്റേണൽ പോളിസീസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഇൻ്റർഫിയറൻസും ഉണ്ടാകില്ല. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സൊവേർണിറ്റി എന്ന ഒരു കോൺസെപ്റ്റിൻ്റെ മീനിങ്, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റേർണലും എക്സ്റ്റേണലും പറയുമ്പോൾ അത് രണ്ടും ഡിഫറൻഷ്യേറ്റ് നമുക്ക് ചെയ്ത് പറയാൻ പറ്റില്ല. രണ്ടും ഡിഫറെൻറ്റ് ഡിമെൻഷൻസ് ഓഫ് സൊവേർണിറ്റിയാണ്. ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ എന്താണ്, എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അല്ലാതെ നമ്മൾ രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യരുത്. അത് രണ്ടും രണ്ട് ഡിമെൻഷൻ ഓഫ് സൊവേർണിറ്റിയാണ്. നമ്മൾ രണ്ട് വ്യൂ പോയിൻറ്റിൽ കാണുന്നു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സൊവേർണിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് ആക്ച്വലി ജസ്റ്റ് ആ വേർഡ് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ബാക്കി ഡെഫിനേഷൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് എഴുതാം. സോ അത് ഓർത്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ കോപ്പ EII ആ ഒരു ഫസ്റ്റ് ലെറ്റേഴ്സ് ഓർത്ത് വെക്കുക. സോ ഫസ്റ്റ് വൺ ഇസ് ഒറിജിനാലിറ്റി. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എനി ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ ഒരു സൊവേർണിറ്റി, ഒരു സ്റ്റേറ്റിൽ ഒരു സൊവേറൻ ഉണ്ടെങ്കിൽ അത് വേറെ ഒരു ഏജൻസിയോ ഒരു ഓർഗനൈസേഷനോ കാരണവശാലും അത് അഫക്റ്റ് ആവില്ല, അല്ലെങ്കിൽ അത് ഒരു ഓർഗനൈസേഷനും അതിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ആ ഒരു ഒറിജിനാലിറ്റി അതിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ്സ് പെർമനൻ്റ് ആണ് അല്ലേ. ഏത് ഗവൺമെൻറ് മാറി വന്നാലും ഏത് രാജാവ് മാറി വന്നാലും സൊവേർണിറ്റി വിൽ ബി ദെയർ ആൻഡ് ഇറ്റ് ഈസ് പെർമനൻറ്റ്. ആബ്സല്യൂട്ട്നെസ്, ഇറ്റ്സ് റെലവൻറ്റ് ടു ഓൾ പീപ്പിൾ വിത്തിൻ സ്റ്റേറ്റ് ടെറിട്ടറി. ആ സ്റ്റേറ്റ് ടെറിട്ടറിക്കകത്തുള്ള അല്ലെങ്കിൽ ആ ബൗണ്ടറിക്കകത്തുള്ള എല്ലാവരിലും ഈക്വലി ബാധിക്കുന്നതാണ് എന്ത്, സൊവേർണിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആബ്സല്യൂട്ട്നെസ് നമുക്ക് പറയാം അല്ലേ, ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇനി എക്സ്ക്ലൂസീവ്നെസ്, ഇറ്റ്സ് എക്സ്ക്ലൂസീവ് ടു വൺ സ്റ്റേറ്റ്, ദർ ആർ നോ ടു സോവറൻ അല്ലേ. എക്സ്ക്ലൂസീവ്നെസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഒരു സോവറൻ ഉണ്ടെങ്കിൽ ആ സോവറൻ ഇസ് ഇറ്റ് സെൽഫ്, അല്ലാതെ വേറൊരു സൊവേർണിറ്റി അവിടെ, അപ്പോൾ രണ്ട് സൊവേർണിറ്റി വരുമ്പോഴത്തേക്ക് രണ്ട് ഡിഫറെൻറ്റ് റൂൾസ് അങ്ങനെ വരില്ല. അപ്പോൾ എപ്പോഴും ഇറ്റ് വിൽ ബി എക്സ്ക്ലൂസീവ് ടു വൺ സ്റ്റേറ്റ്. കോംപ്രിഹെൻസീവ്നെസ്, എവറിഥിങ് അണ്ടർ ദ സ്കൈ വിത്തിൻ ടെറിട്ടറി ഇസ് അണ്ടർ കൺട്രോൾ ഓഫ് സൊവേർണിറ്റി. അപ്പോൾ ഒരു വ്യക്തതയുണ്ട്, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൊവേർണിറ്റി എന്ന് വെച്ചാൽ. അതായത് ഞാൻ എവിടെ മുതൽ എവിടെ വരെയാണ് ഇതിൻ്റെ ലിമിറ്റ്, അല്ലാതെ വെറുതെ നമ്മൾ എവിടെയെങ്കിലും മുതൽ എവിടെയെങ്കിലും വരെ നമ്മൾ കൺട്രോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ബൗണ്ടറിക്കുള്ളിലാണെങ്കിൽ ആ ബൗണ്ടറി എവിടെയാണ്, അതിനുള്ളിൽ എത്ര പോപ്പുലേഷൻ,
അത് ഏതിനൊക്കെയാണ് ഈ സോവറിൻ അഫക്റ്റ് ആവുക, അങ്ങനെ എല്ലാത്തിനും ഒരു വ്യക്തതയുണ്ട്. ഇൻഏലിയനബിലിറ്റി വിച്ച് മീൻസ് ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രോം ദ സ്റ്റേറ്റ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് സോവറിൻ ഉണ്ട്, ആ സോവറിനിറ്റി അതിനെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് ഇല്ല. സോ അതുകൊണ്ട് അത് ഇൻഏലിയബിലിറ്റിയാണ്, അതായത് അത് ഒരിക്കലും ഒഴിവാക്കപ്പെടാനോ അല്ലെങ്കിൽ ഏലിയൻ ആക്കപ്പെടാൻ സാധിക്കാത്തതോ ആയ കാര്യമാണ്. ലാസ്റ്റ് പോയിന്റ് ഇസ് ഇൻപെർസെപ്റ്റിബിലിറ്റി. ഇൻപെർസെപ്റ്റിബിലിറ്റി, sovereignty might not be active for some time, but that doesn't mean it's not there. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ചിലപ്പോൾ സോവറിൻ ആക്റ്റീവ് ആവില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു രാജാവ് മരിച്ചു, അപ്പോൾ അതാണ് അവിടുത്തെ സോവറിൻ അല്ലേ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. രാജാവ് മരിച്ച അടുത്ത കിങ്ങിനെ അസൈൻ ചെയ്യുന്നതിനിടയിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകാം, പക്ഷെ അതിൻ്റെ അർത്ഥം സോവറിൻ അവിടെ ഇല്ല എന്നല്ല, അത് ആക്ട് ചെയ്യാനുള്ള ആൾ അവിടെ ഇല്ലയെന്നേ ഉള്ളൂ. പക്ഷെ ആ സോവറിൻ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് പബ്ലിക്ലി വിസിബിൾ ആവണം നിർബന്ധമില്ല, ബട്ട് സോവറിൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോവറിനിറ്റി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം ഓർത്ത് വെക്കുക. അപ്പോൾ ഞാനത് ഓർത്തിരിക്കാൻ ഈസിക്കാണ്. COPAEII, കോപ്പ EII എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ C എന്ന് വെച്ച കോംപ്രിഹെൻസീവ്നെസ്, O എന്ന് വെച്ച ഒറിജിനാലിറ്റി, P എന്ന് വെച്ച പെർമനൻസ്, A എന്ന് വെച്ച ആബ്സല്യൂട്ട്നെസ്, E എന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ്നെസ്, I എന്ന് വെച്ചാൽ ഇൻഏലിയബിലിറ്റി ആൻഡ് I എന്ന് വെച്ചാൽ ഇൻപെർസെപ്റ്റിബിലിറ്റി. ഓക്കെ, ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക, പേര് മാത്രം. പേരിനകത്തും നിങ്ങൾക്ക് അതിന് ഡെഫിനേഷനും അതിൻ്റെ എക്സ്പ്ലനേഷനും കിട്ടും. സോ ഇത് മാത്രമായിട്ടും ചിലപ്പോൾ എക്സാംസിന് ചോദിക്കാറുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് പോയിൻറ്റ്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊവേർണിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നോമിനൽ ഓർ ടൈറ്റുലാർ സൊവേർണിറ്റി ഉണ്ട്, റിയൽ സൊവേർണിറ്റി ഉണ്ട്, ഡിജൂറെ ഡിഫാക്ടോ സൊവേർണിറ്റി ഉണ്ട്, ലീഗൽ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, പോപ്പുലർ ഉണ്ട്. ഇത്രയും ടൈപ്പ് ഓഫ് സൊവേർണിറ്റീസ് ഉണ്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് ഈച്ച് ഇൻ ഡീറ്റെയിൽ. നോമിനൽ ഓർ ടൈറ്റുലാർ സൊവേർണിറ്റി എന്ന് വെച്ചാൽ അവിടെ ഒരു പേഴ്സൺ ഉണ്ടാകും ഇൻ ഹൂസ് നെയിം ദ സൊവേർണിറ്റി ഈസ് എക്സസൈസ്ഡ്. അയാളുടെ പേരിലായിരിക്കും ഈ സൊവേർണിറ്റി എക്സസൈസ് ചെയ്യപ്പെടുക, പക്ഷേ എക്സാക്റ്റ് പവർ അവരുടെ കയ്യിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ലിറ്റിൽ പവറേ ഉള്ളൂ. ഇറ്റ്സ് ഡിപ്പെൻഡൻ്റ് ഓൺ റിയൽ സോവറിൻ. റിയൽ സോവറിൻ അല്ലെങ്കിൽ റിയൽ പവർ എന്ന് പറയുന്നത് ഒരു നമ്മൾ പറയാം ഒരു കാണാൻ പറ്റാത്തൊരു സെക്ഷനായിരിക്കും. മേ ബി ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിംഗ് ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകും ആ സ്റ്റേറ്റിൽ, പക്ഷെ അത് ആക്ട് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പ്രസൻസിലായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു സോവറിനാണ്. നോമിനൽ അല്ലെങ്കിൽ ടൈറ്റുലാർ സൊവേർണിറ്റിയാണ്. അവർക്ക് പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അവർ വേറെ ആൾക്ക് വേണ്ടിയാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ആ സൊവേർണിറ്റി കാണാൻ പറ്റാത്ത സൊവേർണിറ്റിക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന ഒരു ടൈറ്റുലാർ റോളിലുള്ളവരാണ്. സോ അതിനെയാണ് നമ്മൾ നോമിനൽ ഓർ ടൈറ്റുലാർ സൊവേർണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈറ്റുലാർ സൊവേർണിറ്റിയുടെ പുറയിൽ ആരോ ഉണ്ടോയെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതാരായിരിക്കും? അവരായിരിക്കും അപ്പം റിയൽ സൊവേർണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് സൊവേർണിറ്റി, റിയൽ സൊവേർണിറ്റി. സോ ദാറ്റ്സ് ദി ആക്ച്വൽ പേഴ്സൺ ഹൂസ് എക്സസൈസിങ് ദി സുപ്രീം പവർ ഓവർ ദ സ്റ്റേറ്റ്. അപ്പോൾ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. അവരുടെ കമാൻഡ്സ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ലീഗലി ബൈൻഡഡ് ആയിരിക്കും. വെറുതെ അവർക്ക് തോന്നിയ പോലെ എന്തെങ്കിലും പറയാൻ പറ്റുമൊന്നുമില്ല, അതൊക്കെ നിയമപരമായി ബൈൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഇന്ത്യൻ ക്യാബിനറ്റ്. അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ക്യാബിനറ്റാണ് റിയൽ സോവറിൻ. അത് ആരിലൂടെയാണ് നമ്മൾ കാണുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ടൈറ്റുലാർ റോളിലുള്ള പ്രസിഡൻറ്റിൽ നിന്ന്. അപ്പോൾ അതുപോലെ റിയൽ എന്ന് പറയുന്ന അപ്പോൾ ആരായിരിക്കും? ഇന്ത്യൻ ക്യാബിനറ്റ് ആണ്. രണ്ടാമത്തേത് പ്രസിഡൻറ്റ് ഓഫ് US പ്രസിഡൻ്റ് ആണെങ്കിൽ ഏറ്റവും പവർഫുൾ ആണ് അല്ലേ, ആ കൺട്രിയിലെ ഏറ്റവും ഉയർന്ന പവറുള്ള ആളാണ് പ്രസിഡൻറ്റ്. സോ പ്രസിഡൻറ്റിന് അവിടെ എന്തും പറയാൻ അല്ലെങ്കിൽ ചെയ്യാൻ ലീഗലി ബൈൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും അധികാരമുണ്ട്. സോ അവരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കും? റിയൽ സോവറിൻ ആണെന്ന് പറയും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സൊവേർണിറ്റി എന്ന് പറയുന്നത് ഡിജൂറെ ഡിഫാക്ടോ സൊവേർണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് കുറേ ആൾക്കാർ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ എലക്ഷൻ വഴി ഒരാളെ തിരഞ്ഞെടുത്ത്, ഒരു എക്സ് എന്ന് പറയുന്ന ഒരാളെ തിരഞ്ഞെടുത്ത് ഒരു കൺട്രിയുടെ സോവറിൻ ആയിട്ട് തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അയാളായിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അയാളായിരിക്കും ഓൺ ബിഹാഫ് ഓഫ് പീപ്പിൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൊവേറിനെ വിളിക്കുന്നതാണ് ഡിജൂറെ എന്ന് പറയുന്ന സൊവേർണിറ്റി. സോ സച്ച് സൊവേറിൻ ആർ കോൾഡ് ഡിജൂറെ സൊവറിൻ ഓർ ഡിജൂറെ സൊവേർണിറ്റി. ഓക്കെ,
അപ്പോൾ അങ്ങനത്തെ സോവറിനിറ്റിൻ്റെ പ്രത്യേകത എന്താ? അത് നിയമത്തിന് വിധേയമായിരിക്കും. അതായത് ഇറ്റ് ഈസ് അണ്ടർ ദ ലോ ആൻഡ് അതോറിറ്റി ബേസിസ് ഇസ് ലോ. നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് മാത്രം ആ പവേഴ്സ് അയാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലീഗൽ റൈറ്റ് ടു ഇഷ്യൂ കമാൻഡ്. ഒരു കമാൻഡ് വെറുതെ ആ വ്യക്തിക്ക് തോന്നുന്ന പോലെ ഒരു കമാൻഡ് അങ്ങ് എടുത്ത് ഇത് ചെയ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ നിയമസാധ്യതകളും അത് ലീഗലി ബൈൻഡഡ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ കമാൻഡ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം അങ്ങേർക്കുള്ളൂ. എന്നാൽ അയാൾ പേഴ്സണൽ ലെവലിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അയാൾ എടുത്ത ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കമാൻഡ് അവിടുത്തെ ജനങ്ങളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? യെസ്, അവിടെ പ്രക്ഷോഭം ഉണ്ടാകും, ആൾക്കാർ സമരം ചെയ്യാൻ തുടങ്ങും, ജനങ്ങൾ ആ വ്യക്തിക്ക് എതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും, അല്ലേ? അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ അവരെന്ത് ചെയ്യും? അയാളെ താഴെ ഇറക്കാൻ വേണ്ടി പുതിയൊരു പ്രതിനിധി, അവരുടെ റെപ്രസെൻറ്റേറ്റീവായ പുതിയൊരാളെ ആ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരും. അപ്പോൾ ആ വരുന്ന വ്യക്തി അല്ലെങ്കിൽ ആ സോവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെ ഫാക്ടോ സോവറിൻ എന്ന് പറയുന്നത്. കാരണം ഇറ്റ് കംസ് ത്രൂ എ റെവല്യൂഷൻ, അല്ലേ? ഒരു ഫാക്ച്വൽ ബേസിസിലൂടെ വന്നതാണ്, അല്ലാതെ ഒരു ഇലക്ഷൻ വഴിയോ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളുടെയും ഇഷ്ടത്തോടെ വന്നതല്ല. മറിച്ച് ഒരു റെവല്യൂഷൻ്റെ വഴിയായിട്ട് വന്ന ഒരു നേതാവ് അല്ലെങ്കിൽ സോവറിനാണ് അതിൻ്റെ അതോറിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് അതോറിറ്റി എന്ന് പറയുന്നത് ഫോഴ്സാണ്, അല്ലേ? ബലം പ്രയോഗിച്ചിട്ടാണ് അയാൾ ആ പദവിയിൽ എത്തിയത്. പക്ഷെ പിന്നീട് ആ ഡിഫാക്റ്റോ പ്രവർത്തിക്കാൻ തുടങ്ങി. അവർ ജനങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വരുന്നു, അങ്ങനെ എല്ലാവരും അനുകൂലിക്കാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങളെല്ലാം കൂടെ അയാളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഭാവിയിൽ ഈ ഡിഫാക്റ്റോ തിരിച്ച് ഡിജോറയായി മാറും. അങ്ങനെ ഈ എക്സ് എന്ന് പറഞ്ഞ ആളെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് വൈ വരുന്നു. വൈനെ നമ്മൾ പിന്നീട് വിളിക്കുന്ന ഒരു സോവറിൻ, എന്ത് പേരിലാണ് വിളിക്കുക? ഡിജോറെ സോവറിനായിട്ട് അറിയപ്പെടും. സോ ഡിജോറെനെ താഴെ ഇറക്കാൻ ഡിഫാക്റ്റോ വരും. പക്ഷെ ഡിഫാക്റ്റോ നല്ലതാണെങ്കിൽ ആ ഡിഫാക്റ്റോ വർഷങ്ങൾക്ക് ശേഷം എന്തായി മാറും? ഡിജോറയായി മാറും. പിന്നീടും ആ ഡിജോറയിൽ എന്തെങ്കിലുമൊക്കെ അഫക്റ്റ് ഇഷ്യൂ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ വീണ്ടും റെവല്യൂഷൻ ഉണ്ടാക്കും, പുതിയ ഡിഫാക്റ്റോ വരും. സോ ആ ഒരു സൊവേർണിറ്റീനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ അടുത്ത ടൈപ്പ് പറയാം, ഡിജോറെ ഡിഫാക്റ്റോ സൊവേർണിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലീഗൽ സൊവേർണിറ്റി. ലീഗൽ സൊവേർണിറ്റി എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റിയൽ സൊവേർണിറ്റിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം ഇവർക്കാണ് ഏറ്റവും പവർഫുൾ അല്ലെങ്കിൽ ഏറ്റവും പവറുള്ള സോവറിൻസ്. ഇത് ആബ്സല്യൂട്ട് ആൻഡ് അൺലിമിറ്റഡ് അതോറിറ്റി. ഇവർക്ക് ഏറ്റവും അൺലിമിറ്റഡും ഏറ്റവും കൂടുതൽ അതോറിറ്റിയും ഇവർക്കായിരിക്കും. സോഴ്സസ് ഓഫ് ഓൾ ലോസ്, എല്ലാ നിയമവും പോളിസീസും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ സോവറിൻസ് ആയിരിക്കും. അത് നടപ്പിലാക്കാനും അണൽ ചെയ്യാനും അല്ലെങ്കിൽ ആ നിയമങ്ങൾ ക്യാൻസൽ ചെയ്യാനുമുള്ള അധികാരം ലീഗൽ സോവറിനിറ്റീസിനുണ്ട്. ആ ലോസ് ആൻഡ് നിയമംസ് പാലിച്ചില്ലെങ്കിൽ, അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെൻറ്റും ഉണ്ടാകും. അതുപോലെ തന്നെ ഇതൊക്കെ റെക്കഗ്നൈസ്ഡ് ബൈ ലോ, നിയമം അംഗീകരിക്കുന്നതുമായിട്ടുള്ള സോവറിനിറ്റീസാണ്. സോ അങ്ങനത്തെ സോവറിൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീഗൽ സോവറിനിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ റോൾ എന്ന് പറയുന്നത് ഈ ലീഗൽ സോവറിനാണ്, അല്ലേ? കാരണം ഏറ്റവും പവർഫുള്ളാണ്, പുള്ളിക്ക് ഡിസിഷനൊക്കെ എടുക്കാനുള്ളതും എല്ലാ അധികാരവും ഉണ്ട്. എന്തെങ്കിലും ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ആ ഫൈനൽ ഡിസിഷൻ വിൽ ബി ഹിസ്. അത് അമെൻഡ് ചെയ്യാനും അണൽ ചെയ്യാനും ഒക്കെയുള്ള അധികാരം ആ പ്രസിഡൻറ്റിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ട്. സോ അതിനാണ് നമ്മൾ ലീഗൽ സൊവേർണിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ സൊവേർണിറ്റി ആണല്ലേ. കാരണം എന്താ, ഈ പറയുന്ന പ്രസിഡൻ്റ് ആണെങ്കിലും അത് ഒരു മെജോറിറ്റി വോട്ട് കിട്ടി സെലക്ട് ചെയ്യുമ്പോൾ അത് കൂടുതലും ഏത് ഫേവറബിൾ ആയിരിക്കും? ആ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും ആ പെർട്ടിക്കുലർ റോളിലേക്ക് തീരുമാനിക്കുക. അപ്പോൾ അവിടെ ശരിക്കും അപ്പോൾ സൊവേറിൻ ആരാണ്? ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സൊവേർണിറ്റിയാണ് പൊളിറ്റിക്കൽ സൊവേർണിറ്റി. പബ്ലിക്ലി നോക്കിയാൽ ശരിയാണ്, പ്രസിഡൻ്റാണ് അവിടുത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ആൾ. പക്ഷേ ആ പ്രസിഡൻറ്റിനെ സെലക്ട് ചെയ്തത് ആരാണ്? വേറെ ബഞ്ച് ഓഫ് പീപ്പിളാണ്. ആ ബഞ്ച് ഓഫ് പീപ്പിൾ എന്തിന് ഫേവറബിൾ ആയിട്ടായിരിക്കും ചെയ്യുക? അവരുടെ പാർട്ടിക്ക് ഫേവറബിൾ ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു എന്താ പറയുക, അവരുടെ ഇഷ്ടത്തിന് നമുക്ക് എക്സാക്ട്ലി അങ്ങനെ പറയാൻ പറ്റില്ല, ശരിയാണ്, വിസിബിളി അല്ലെങ്കിൽ പോലും ഇൻഡിറക്ട്ലി അവിടെ അവർ വർക്ക് ചെയ്യുന്നത് കുറച്ചെങ്കിലും ആർക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കും? ആ പെർട്ടിക്കുലർ പാർട്ടീസിനെ ഫേവറബിൾ ആയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സൊവേർണിറ്റിയാണ് നമ്മൾ പൊളിറ്റിക്കൽ സൊവേർണിറ്റി എന്ന് പറയുന്നത്. ഇവർക്ക് നിയമം ഉണ്ടാക്കാനൊന്നും പറ്റില്ല, പക്ഷേ ലീഗൽ സോവറിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും.
അല്ലേ? അതുകൊണ്ടാണ് ഇതൊന്നും നിയമപരമായിട്ട് നിൽക്കുന്നതല്ല, നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ കാണാനും പറ്റില്ല. പക്ഷേ ഇൻഡിറക്റ്റ്ലി ഇവർക്ക് ലീഗൽ സോവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഐഡൻറ്റിഫയബിൾ ആവുന്ന എങ്ങനെയാണ്? ത്രൂ മീഡിയാസ്, ത്രൂ ഓർഗനൈസേഷൻ, വോട്ട്സ് ആൻഡ് ഇലക്ഷൻ. ആ പ്രോസസ്സ് വഴി നമുക്കിത് കാണാൻ സാധിക്കും. പക്ഷെ അത് പബ്ലിക്ലി വിസിബിൾ അല്ല, അല്ലെങ്കിൽ നിയമമായിട്ട് ബൈൻഡഡ് അല്ലാത്തത് കൊണ്ട് നമുക്കിത് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് പൊളിറ്റിക്കൽ സോവറിൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് ലീഗൽ സോവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അതായത് ഇന്ത്യൻ പ്രസിഡൻറ്റിന് മേൽ, അല്ലെങ്കിൽ അത് ആ സെലക്ഷൻ പ്രോസസ്സ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ ആ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഈസ് പോപ്പുലർ സോവറിനിറ്റി. ഇതൊരു തിയറിറ്റിക്കൽ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സോവറിനിറ്റി ആണെന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഇതൊരു റിയൽ ലൈഫ് പോസിബിൾ സോവറിൻ അല്ല. സോ ഇറ്റ്സ് എ സോവറിനിറ്റി ഓഫ് പീപ്പിൾ. സോ ഇതൊരു ഡെമോക്രസിയുടെ ബേസിസ് ആണ്. ഇപ്പോൾ ഡെമോക്രാറ്റിക് കൺട്രീസിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഈ പോപ്പുലർ സോവറിനിറ്റി എന്നൊരു തോട്ടാണ്. പക്ഷേ നമുക്കത് പറ്റില്ല, അല്ലേ? നമുക്കൊരു ലീഗൽ സോവറിനിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ല ജനങ്ങളെല്ലാം ഒരേപോലെ ഒരേ സ്വരത്തിൽ ഡിസിഷൻ ഉണ്ടാക്കി ലോസ് ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ, എസ്പെഷ്യലി ഇത്രയും വലിയ കൺട്രീസ് ആകുമ്പോൾ. സോ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സോവറിനിറ്റി കോൺസെപ്റ്റാണ്. ഈ ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് കൊണ്ടുവന്നത് റൂസോ ആണ്. അതിൽ ജനങ്ങൾക്കാണ് ഏറ്റവും ആബ്സല്യൂട്ട് പവർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അത് സത്യമാണ്, ജനങ്ങൾക്കാണ് പവർ. സോ അത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ത്രൂ എലക്ഷൻസ് ആൻഡ് വോട്ട്സ്, ആൻഡ് വി സെലക്ട് എ ബഞ്ച് ഓഫ് പീപ്പിൾ ടു ആക്ട് ആസ് എ സോവറിൻ ഫോർ അസ്. പക്ഷേ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കോൺസെപ്റ്റാണ്. ഇൻ റിയൽ നമുക്ക് ഒരു പോപ്പുലർ സോവറിനിറ്റി കാണാനോ അനുഭവിക്കാനോ സാധിക്കില്ല. സോ ദാറ്റ്സ് ഓൾ. സോ നമ്മൾ സ്റ്റേറ്റ് പഠിച്ചു, അതിൻ്റെ എലമെൻറ്റ്സ് പഠിച്ചു, ഇമ്പോർട്ടൻ്റ് എലമെൻ്റായ സോവറിനിറ്റി പഠിച്ചു, അതിൻ്റെ ഡെഫിനേഷൻസ് പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, 2 ഡിമെൻഷൻ പഠിച്ചു, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചു. സോ ഐ ഹോപ്പ് ദിസ് വാസ് എ ഹെൽപ്ഫുൾ വീഡിയോ ഫോർ ഓൾ ഓഫ് യു. ഞാൻ ഈ ഡിസ്കഷൻ്റെ ഇടയിൽ ഇവിടെ സ്ലൈഡ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുക, എന്നിട്ട് അത് പഠിക്കുക. അത് മെൻഷൻ ചെയ്തിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഈസി ആയിട്ട് 6 and plus നിങ്ങൾക്ക് അതിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, നിങ്ങൾക്കിത് ഉപയോഗപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് വിൽ ഹെൽപ്പ് മീ ടു ബിൽഡ് മോർ വീഡിയോസ്. അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. സോ പ്ലീസ് സപ്പോർട്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. എനിക്കറിയുന്ന പോലെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. കുറച്ച് ഡിലേ വരും, ബിക്കോസ് എൻ്റെ വർക്കിൻ്റെ ഇടയിലാണ് ഞാനിത് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഇറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അതുപോലെ എന്തെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിലും പറയുക. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്. താങ്ക് യു.